അറിയാൻ താല്പര്യമുണ്ടാവും, ഇത് പറയാനുള്ള കടമ നമുക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ കാര്യം പറയുന്നത്. ഇപ്പോൾ സത്യത്തിൽ ഹോസ്പിറ്റലിലൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനില്ലേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞാൻ നിൽക്കുക. അപ്പോൾ കുറേ ആൾക്കാർ കുറേ കുട്ടികളായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മയ്യത്ത് വാങ്ങാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടി ഫാമിലി ഷെമിയുടെ കുഞ്ഞിലെ ഷെഫിയുടെ കുഞ്ഞ് മരിച്ചു എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഷെമിയൊന്നും പറയുന്നില്ല. അപ്പോൾ ഷെഫി തന്നെ ഒരുപാട് സങ്കടത്തോടു കൂടി ആർക്കും ഈ ഒരു വിധി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയും 5 മാസം 6 മാസം വരെ ഒരു കുഞ്ഞിന് ഉദരത്തിൽ പേറിയിട്ട് പിന്നെ ആ കുഞ്ഞില്ല എന്നുള്ളത് കേൾക്കേണ്ടി വരുമ്പോൾ ആ മയ്യത്ത് ലേബർ റൂമിൽ നമ്മളൊരു ഓരോ പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അവൻ പറയുന്നത് കേട്ടില്ലേ, എല്ലാവരും കുഞ്ഞ് ജനിച്ച് സന്തോഷത്തിൽ മിഠായി കൊണ്ടുവന്ന് തരുകയാണ്, ഞാൻ ആ കുഞ്ഞിൻ്റെ മയ്യത്ത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നി, ഭയങ്കര വല്ലാത്തൊരു സങ്കടം തോന്നി. അവർക്കത് ക്ഷമിക്കാനുള്ള ഒരു ഇത് കൊടുക്കട്ടെ. അതുപോലെ കമൻറ്റുകൾ ഒരുപാട് കണ്ടു, നിനക്ക് നാളെ അത് സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയാണ് ആ പൊന്നുമോള്, വിഷമിക്കരുത് എന്നുള്ള പറഞ്ഞിട്ട് നല്ല നല്ല കമൻസുകളൊക്കെ കണ്ടു. ഈ ഒരു അവസരത്തിലെങ്കിലും അവരെ ദ്രോഹിക്കാതിരിക്കുക. നിങ്ങളെല്ലാം യൂട്യൂബിൽ വന്നിട്ടിട്ടാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞ് ഒരുപാട് പേര് കുത്തിനോപ്പിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ആ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലെങ്കിലും അവരെ ബാഡ് കമൻസ് ഇട്ട്, ഇങ്ങനെയുള്ള വേദനിപ്പിക്കുന്ന കമൻസ് ഇട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അവരത്രയും വലിയൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കുഞ്ഞ് ഇതായിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് അത് ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ, അത് ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് അത് ചിന്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഷെഫി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഓരോരുത്തർ വന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുള്ളൊരു മാനസിക സിറ്റുവേഷൻ അല്ല. കാരണം പറയാൻ പറ്റുന്നില്ല, ആരുടെ അടുത്തും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകുക. ഓരോരുത്തർ വന്ന് ചോദിക്കുക എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ പെയിൻ വന്നാലല്ലേ പ്രസവിക്കാൻ പറ്റും. അപ്പോൾ കുറേ ടൈം ഞാൻ 1.5 ദിവസം 2 ദിവസത്തിൻ്റെ അടുത്ത് ഞാൻ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇത് കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും വരുന്ന ആൾക്കാരുടെ മുന്നിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ആരടുത്തും ഈ ഒരു സിറ്റുവേഷനാണെന്ന് ആരടുത്തും പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ആരടുത്തോ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല. അപ്പം ഒരു പറഞ്ഞ് ഷെമിൻ്റെ കൂടെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ഓടി ചെന്നപ്പോൾ പറഞ്ഞ് പ്രസവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നവരോ ഞങ്ങൾക്ക് മാത്രമേ, അതായത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ സന്തോഷമില്ല. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്ന് പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് തീർക്കും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞാനവിടെ ചോദിച്ചു നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി, ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ ബേജാറ് ഈ ഒരു ഷെഫിയുടെ അവസ്ഥ അല്ലേ, ആർക്കും വരാതിരിക്കട്ടെ. എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു ഭയങ്കര സങ്കടം തന്നെയാണല്ലേ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ മയ്യത്ത് കൊണ്ട് വരുമ്പോൾ ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും വേദനാജനകം തന്നെയാണ്. എന്താ പറയുക, അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു ഇത് കൊടുക്കട്ടെ. ഇപ്പോൾ ആ ഷെഫിക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ ഷെമിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. നിൻ്റെ മൂത്ത മക്കളുടെ ഇതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് ഉണ്ട്. പക്ഷെ അവരെ അങ്ങനെയൊന്നും വേദനിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നീങ്ങുന്നു, അത്രയേ ഉള്ളൂ. അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് പറയുന്നു, അവർ അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടാണ് അവർ പ്രഗ്നൻസി ടൈം മുതൽ അവസാനം വരെ അവർ കാണിച്ചത്. എനിക്ക് ആ പ്രഗ്നൻസി ആ ടൈമിൽ ആ ഒരു ഇത് എനിക്കും യോജിപ്പായിട്ട് തോന്നിയില്ല. അവരിൽ ചില നെഗറ്റീവ്സ് ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഇവരെ കുത്തി നോവിക്കുന്ന രീതിയിലൊന്നും ഞാനിതുവരെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും
ഷെഫിക്കും ഷെമിക്കും എന്താ പറയുക, പൊറുക്കാനും ക്ഷമിക്കാനുമുള്ളൊരു കഴിവ് കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ഒരു ഇതും പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. എന്താണ് ആ കുഞ്ഞു മുഖേന ഇവർക്ക് നല്ലൊരു ഇത് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്താണെങ്കിലും വയറ്റിൽ കിടന്ന് മരിച്ച ഞങ്ങൾക്കും ഇതുപോലെ എൻ്റെ ഉമ്മാക്കും ഒരു കുഞ്ഞിങ്ങനെ മരിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി കഴിഞ്ഞ് താഴെ മൂന്നാമതൊരു കുഞ്ഞ് ഇതുപോലെ ഞങ്ങൾക്ക് ലോകം കാണാതെ പ്രസവിച്ചു. വയറ്റിൽ നിന്ന് തന്നെ മരിച്ച് പിന്നെ പ്രസവിച്ചു. ജീവനില്ലാതെയാണ് പ്രസവിച്ചത്. അതും ഇതുപോലെ ഞാൻ LKG എന്തോ പഠിക്കുന്ന ആ ഒരു ടൈമായിരുന്നു. LKG UKG ഇപ്പോഴും എനിക്ക് പക്ഷേ അത് നല്ല ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കുഞ്ഞിനെ ഇതാക്കിയിട്ട് വെള്ളം പതച്ച് കിടത്തിയിരിക്കുന്ന ആ ഒരു സീൻ നമുക്കത് ചിന്തിക്കാൻ കഴിയില്ല. ഭയങ്കര വിഷമം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അതൊക്കെ. പിന്നെ ഇപ്പോൾ എനിക്ക് അന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ വളർന്നു കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയായിരുന്നു സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നത്. ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ ഞാൻ LKG UKG 1ാം ക്ലാസ്സിൽ അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥ, അപ്പോൾ അത് എനിക്ക് TT ഫാമിലി ഇവൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ഇമോഷണൽ വെച്ചിട്ട് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യില്ല. പക്ഷെ ഭയങ്കര സങ്കടം തോന്നി, ഈ ഒരു നിമിഷം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആർക്കും ഇങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ. എന്തായാലും ഷെഫി പറയുന്ന കുറച്ച് വാക്കുകളും കൂടെ നമുക്കത് കേട്ടിട്ട് വരാം. കേട്ട് നോക്കൂ. മെസ്സേജ് പ്രസവിച്ചങ്ങനെ ഞാൻ കണ്ട്, പെൺകുട്ടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം പിന്നെ എല്ലാവരും ബാക്കിയുള്ള കുറേ ആൾക്കാർ വന്ന് കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ കബറെടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ, എങ്ങനെ കബറെടുക്കാം. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ ചെയ്യണം, കുട്ടിയാണല്ലോ, ഭൂമിയിലേക്ക് എത്തിയ കുട്ടിയാണല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് കൈകാര്യം ചെയ്യാനുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ ഉസ്താദ്മാരെയൊക്കെ വിളിച്ച് ചോദിച്ച് ഞാൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ മൂത്താപ്പേ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബക്കാരും കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ അങ്ങനെ എല്ലാവരോട് കൂടിയിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കുകയും ഞാനും പിന്നെ എൻ്റെ 2 ആൾക്കാരുണ്ടായി, ഞങ്ങൾ 3 ആൾക്കാർ കൂടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി. ഷെമി പറഞ്ഞ് വീട്ടിലെന്താ കയറ്റണം. ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ടത്. പിന്നെ ഷെമിനെ ഞാൻ കാണിച്ചില്ല, അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾക്കും കാണിച്ചു കൊടുത്ത്, കുട്ടീനെ നമുക്ക് കാണിച്ചു കൊടുത്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി. മയ്യത്ത് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ അതൊക്കെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പിന്നെ വണ്ടിക്ക് കൊണ്ടുപോയി, ഞാൻ തന്നെ എടുത്ത് കൊണ്ടുപോയി. ഞാൻ തന്നെ കബറിൽ വെച്ച് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാണ് സത്യം പറയുകയാണെങ്കിൽ വീഡിയോ ചെയ്യാത്ത ഒന്ന് റെഡി ആകാണ്ട് കുറച്ചുകൂടി. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇത്രയും അവിടെ നിൽക്കട്ടെ, ഇനി എല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ പറ്റൂലല്ലോ. ഒമ്പാസിനായാലും ബാക്കി അവർക്കൊക്കെ ഓരോരോ നമ്മളെ ഒരു കുടുംബം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പം ഒന്നുകൂടി ഒന്ന് സെറ്റ് ആകാണ്ട് അപ്പം നിങ്ങളൊക്കെ ദുആ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഒക്കെ സെറ്റാവണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയി. പിന്നെ ഷെമിൻ്റെ അടുത്തും ഈ പറഞ്ഞ പോലെ ഷെമിൻ്റെ കാര്യവും ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യവും ഞാൻ തന്നെ നോക്കണ്ട. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സ്ട്രോങ് അല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ പരിപാടികളും നടക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ കുട്ടിൻ്റെ ഈ സ്കാനിങ്ങിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മൂക്കിന് എന്തോ നീളക്കുറവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ പ്രസവിച്ച കുട്ടിക്ക് സത്യത്തിൽ ഞാൻ കണ്ട സമയത്ത് ആശുവിനൊക്കെ പോലെ തന്നെ ആശുവിൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ആ രൂപമല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ അടിപൊളി ഒരു. അപ്പോൾ ആ കബറടക്കുന്ന ആ ഒരു സീനൊക്കെയാണ് പറയുന്നത്. ഭൂമിയിലേക്ക് ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഇതൊക്കെ ഇസ്ലാം നിയമപ്രകാരം കുഞ്ഞിനെ കുളിപ്പിക്കണം, അത് കഴിഞ്ഞ് കബറടക്കണം, അങ്ങനെയുള്ളൊരിതാണ്. ഭൂമിയിലെത്തിയല്ലോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞിനെ ഞാൻ തന്നെ കുളിപ്പിച്ചു, ഞാൻ തന്നെ കബറിൽ കൊണ്ട് കിടത്തി എന്നൊക്കെ പറഞ്ഞ് ചങ്ക് പൊട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും എന്താണ് അവൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളതിന് അവർക്കത് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്താ ഏതായെന്ന് ചോദിച്ച് നിരന്തരം ആളുകൾ എന്താണ് കമൻറ്റിലൂടെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് അതിന് പറയാനുള്ള ഇതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അവരൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും. ഇനി അതിന് അവരെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും അവർക്ക് ഒരു എന്താണ് ക്ഷമ നൽകട്ടെ, അവർക്ക് സമാധാനം കിട്ടട്ടെ, ക്ഷമിക്കുകയാണെങ്കിലും ഒക്കെ സമാധാനം കിട്ടട്ടെ, കുഞ്ഞിനാണെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അധികം താമസിയാതെ തന്നെ അവർക്ക് എന്താ പറയുക, എന്താണ് മൂത്ത കുഞ്ഞിന് ഒരു കുഞ്ഞും കൂടെ ഒരു തുണ കൂടെ വേണം എന്നുള്ളൊരു രീതിയിലാണ് അവർ പ്രായം ഇതൊന്നും നോക്കാതെ, അങ്ങനെ പ്രായമായതുകൊണ്ടാണ് നിനക്ക് നാണമില്ല, 50 വയസ്സായ പ്രായമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടു. 50 വയസ്സ് പ്രായമായാലും കോംപ്ലിക്കേഷൻസ് ആണ് കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ളത്. എങ്കിലും അവർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരു കുഞ്ഞും കൂടി വേണമെന്നുള്ളത്. അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ആ മൂത്ത മോള് എന്താണ് ഒറ്റയ്ക്ക് വളരരുത്, അതിനൊരു തുണയും കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു കുഞ്ഞും കൂടി വേണം എന്നുള്ളൊരു ഇതിലെത്തുന്നത്. എന്തായാലും ആ കുഞ്ഞ് ജനിച്ച് ഭൂമിയിലോട്ട് വന്നത് എന്താണ് അവർക്ക് എന്താ പറയുക സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഇതായിട്ടല്ല, സങ്കടമായിട്ടാണ് ആ കുഞ്ഞ് എന്നും ഒരു നോവായിട്ട് തന്നെ ഉണ്ടാവില്ലേ ആ ഒരു കുഞ്ഞ് പോയത്. ജനിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞ് കയ്യിലെടുത്ത് അതിനെ കുളിപ്പിച്ച് അതിനെ കബറടക്കി എന്നുള്ളൊരു കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അലതല്ലിക്കൊണ്ടേയിരിക്കും. എന്തായാലും അവർക്ക് അതിനൊക്കെ ഉള്ളൊരു ക്ഷമ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.